ഞാൻ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ തന്നെ ഒന്ന് രണ്ടടുത്ത സുഹൃത്തുക്കൾ ഡോക്ടർമാരുണ്ടായിരുന്നു. അതിലൊരു ഡോക്ടർ പറഞ്ഞു, കുറച്ച് സമയം ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുക, ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ആ സമയത്തുള്ളൊരു 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള 7 കുഞ്ഞുങ്ങളെ പരിശോധിച്ചു. ആ പരിശോധിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാം തലയ്ക്കകത്ത് ട്യൂമറാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വരുന്ന പരിശോധിച്ചതിൽ 90% കുട്ടികൾക്കും ക്യാൻസറാണ്. അദ്ദേഹം പറഞ്ഞത് ഈ അപകടം വരുത്തി വെക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ്. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് അവർ വിളവുണ്ടാക്കാൻ ശാഠ്യം ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ ഫോണുകളാണ് ഈ ട്യൂമർ ഉണ്ടാകാൻ കാരണം. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുന്നു. ഇഞ്ചിഞ്ചായ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സാധനമാണ് മൊബൈൽ ഫോൺ. അപ്പോൾ ഇതിന്റെ സത്യം എന്തെന്ന് പരിശോധിക്കാം. വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ പഠനത്തിലും ലോകാരോഗ്യ സംഘടനകളുടെ ഗവേഷണത്തിലൊന്നും കുട്ടികൾക്ക് ക്യാൻസർ ഈ ഫോണിന്റെ ഉപയോഗം കൊണ്ടാണെന്ന് ഇതുവരെ ആധികാരികമായി തെളിയിച്ചിട്ടില്ല. മാത്രമല്ല, കേരളത്തിലെ പ്രമുഖ ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകളുടെയൊക്കെ ലേഖനങ്ങളിലൊന്നും ഇത് മാരക രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നില്ല. പക്ഷേ ഇതിന്റെ ഉപയോഗം ഈ കുട്ടികളിൽ കണ്ണിന്റെ പ്രശ്നങ്ങൾക്കും മറ്റ് അനുബന്ധ മാനസിക സംഘർഷങ്ങൾക്കും അങ്ങനെ ബിഹേവിയറൽ ഡിസീസിനൊക്കെ വഴിവെക്കുമായിരിക്കാം. എന്തായാലും ചൈനയിൽ കുട്ടികളുടെ ഫോൺ ഉപയോഗം 40 മിനിറ്റ് ഒരു ദിവസമാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മാരക രോഗങ്ങൾ ഉണ്ടാവുമെന്ന് പേടി വേണ്ട എന്തായാലും. പക്ഷേ ഈ കുട്ടികളുടെ ഫോൺ ഉപയോഗം ഒരു ദിവസം ഏറ്റവും ചുരുക്കി പരിമിതപ്പെടുത്തുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം.